ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് സെയിലിനായിട്ട് കുറച്ചധികം പെറ്റ്സുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് സെയിലിന് വന്നിരിക്കുന്നത് അസീലുകളാണ്. തിരുവനന്തപുരം ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 6 മാസം പ്രായമുള്ള അസീലുകൾ 2 മെയിലും 3 ഫീമെയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 700 രൂപയാണ്. ഒരെണ്ണത്തിൻ്റെ പീസ് റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ഒരുമിച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ 5 എണ്ണം ഉണ്ട്. 2 മെയിലും 3 ഫീമെയിലാണ്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഡാഷ് കണ്ടിൻ്റെ പപ്പീസുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഡാഷ് കണ്ടിൻ്റെ പപ്പീസുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസും ഉണ്ട്, ഫീമെയിൽ പപ്പീസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പറവൂരാണ്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പറവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 2500 രൂപയാണ്. ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഗാർഡിങ്ങിനായാലും പെറ്റായിട്ട് വളർത്താൻ പറ്റിയ നല്ല അടിപൊളി ചെറിയ ബ്രീഡാണ് ഡാഷ് കണ്ട്. അപ്പോൾ ഇതേപോലെ പെറ്റ്സുകളൊക്കെ നിങ്ങളിൽ സെയിലുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ. വീഡിയോ എടുക്കുമ്പോൾ മിനിമം 20 സെക്കൻഡോളം വീഡിയോ എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക. വാട്സപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും അവസാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പറവൂരിൽ നിന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഡാഷ് കണ്ടിൻ്റെ പപ്പീസും അതേപോലെ തന്നെ ഒരു അഡൽട്ട് ഡോബർമാനും സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പേരൻസിൻ്റെ വീഡിയോ നമ്മൾ ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെയിലും ഫാദറും മദറിൻ്റെ വീഡിയോ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പേരൻസിനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഡാഷ് കണ്ടിൻ്റെ പപ്പീസിനൊക്കെ എടുക്കാവുന്നതാണ്. ഒരു പപ്പിക്ക് വെറും 2500 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ. പിന്നെ അവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു 2 വയസ്സ് പ്രായമുള്ളൊരു ഡോബർമാനാണ്. സെയിം ലൊക്കേഷനാണ്, സെയിം ബ്രീഡർ തന്നെയാണ്. ഫീമെയിലാണ്. അടുത്ത ഹീറ്റ് ആവാറായതാണ്. ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 5000 രൂപയാണ്. ഈ ഡോബർമാൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. ഫീമെയിൽ 2 വയസ്സ് പ്രായമുണ്ട്. അടുത്ത് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഷുഗർ ഗ്ലിഡറിൻ്റെ ഒരു ബേബിയാണ് വന്നിരിക്കുന്നത്. 3 മാസം പ്രായമുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 4700 രൂപയാണ്. ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. 3 മാസം പ്രായമുള്ളത് ഷുഗർ ഗ്ലിഡർ. കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ ഒരു അഡൽട്ട് ഫീമെയിലാണ് വന്നിരിക്കുന്നത്. 1.5 വയസ്സ് പ്രായമുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫീമെയിലിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 3000 രൂപയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ ഫീമെയിലിന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. 3000 രൂപ. അടുത്തായിട്ട് നമുക്ക് പെറ്റ്സുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പള്ളൂർത്തിൽ നിന്നാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് വന്നിരിക്കുന്നത് സൺകൊനൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. 2 ക്ലച്ച് എടുത്താണ്. അപ്പോൾ നല്ല അടിപൊളി ഒരു സൺകൊനൂറിൻ്റെ ബ്രീഡിംഗ് പെയർ. ഇതിന് ചോദിക്കുന്ന റേറ്റ് 19500 രൂപയാണ്. ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ കൊനൂറാണ് വന്നിരിക്കുന്നത്. ഫുള്ളി ടേംഡ് ആയിട്ടുള്ളൊരു ബ്ലൂ കൊനൂർ വിത്ത് DNA ആണ് വന്നിരിക്കുന്നത്. 3500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. ബ്ലൂ കൊനൂർ വിത്ത് DNA 3500 രൂപയാണ് റേറ്റ് ചോദിക്കുന്നുള്ളൂ. അടുത്ത് നമുക്ക് അവിടെ നിന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ആഫ്രിക്കൻ ലവ് ബേഡുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. എല്ലാതും അഡൽട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല റേറ്റ് കുറവിനൊക്കെയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഫിഷറും പീച്ചും അഡൽട്ട് വരുന്നത് പീസ് റേറ്റ് 500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അതേപോലെ ഒപ്പ്ലൈനും മാസ്കും വരുന്നത് പീസ് റേറ്റ് 750 രൂപയാണ് റേറ്റ് ചോദിക്കുന്നത്. ബൾക്കായിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഒരുപാട് കൊടുക്കാറുണ്ട്. ബേഡുകളെല്ലാതും ഒരുമിച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല റേറ്റ് കുറവ് തരുന്നതായിരിക്കും. അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ആഫ്രിക്കൻ ലവ് ബേഡ് അഡൽട്ടിനൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. എറണാകുളമാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അടുത്ത് നമുക്ക് സെയിം ബ്രീഡർ തന്നെയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ലാബ് ഷാപ്സും ഷിറ്റ്സും ക്രോസ് ആയിട്ടുള്ള പപ്പീസുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. മെയിൽ പപ്പിയുണ്ട്, ഫീമെയിൽ പപ്പിയുണ്ട്.
ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 8500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ഫാദർ വന്ന് ലാപ്സാപ്സും മദർ വന്നിട്ട് ഷിറ്റ്സുമാണ് വന്നിരിക്കുന്നത്. ഫോട്ടോസും വീഡിയോ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 8500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പി ഉണ്ട്. ഷിറ്റ്സും ലാപ്സാപ്സും ക്രോസ് ആയിട്ടുള്ള പപ്പീസുകൾ. അപ്പോൾ നല്ല ക്യൂട്ടായിട്ട് പെറ്റായിട്ട് വളർത്താൻ പറ്റിയ നല്ല അടിപൊളി ബ്രീഡിനൊക്കെ നോക്കുന്നവർക്ക് എടുക്കാവുന്നതാണ്. നല്ല അടിപൊളി പപ്പീസുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. മെയിൽ പപ്പി ഉണ്ട്, ഫീമെയിൽ പപ്പി ഉണ്ട്. അടുത്ത് നമുക്ക് അവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പാർ ബ്ലൂവിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. ആഫ്രിക്കൻ ലവ് ബേർഡ് പാർ ബ്ലൂവിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 3500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങളിൽ നല്ല അടിപൊളി പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ വാട്സപ്പ് ചെയ്ത് തരാവുന്നതാണ്. നമ്മുടെ നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ടതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമുക്ക് കൊടുത്തിട്ടുണ്ട്.